വിട്ടു ബഹാനെ ബാസ്. തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 8 മണിക്ക് നിഖിൽ. Watch full episodes on Jio Hotstar. നോക്കൂ ടിം, എന്റെ വിശ്വാസത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഒരു മനുഷ്യൻ മനസ്സുകൊണ്ടൊന്ന് തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും അവനത് സാധിച്ചിരിക്കും. അത് പർവ്വതമുകളിൽ പറക്കുന്നതാണെങ്കിലും സമുദ്രത്തിൽ തീ കത്തിക്കുന്നതാണെങ്കിലും. പക്ഷേ നിന്റെ ഈ മുത്തശ്ശനുണ്ടല്ലോ, എന്റെ ഈ മനസ്സ് കാണുന്നില്ലല്ലോടാ ടിം. ഇത് എന്റെ മാത്രം കുഴപ്പമാണ്. എനിക്ക് ഇദ്ദേഹത്തെ ശരിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കുഴപ്പമില്ല ടിം, ഞാൻ മാർഷൽ ആർട്സ് തീർച്ചയായിട്ടും പഠിക്കും. ഇവിടുന്നല്ല, മറ്റെവിടുന്നെങ്കിലും. പക്ഷെ നീ വിഷമിക്കണ്ട, ഞാൻ നിന്നെ കാണാൻ തീർച്ചയായിട്ടും വരും ടിം. ഞാൻ ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് ചോദിക്കുക. മോട്ടോനെ തിരിച്ചു വിളിക്കൂ. മോട്ടു, മാർഷൽ ആർട്സ് പഠിക്കാൻ നീ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അതിന് വല്ല പ്രത്യേക കാരണവുമുണ്ടോ? ആ കാരണം എനിക്ക് ശരിയെന്ന് തോന്നുന്ന പക്ഷം ഞാൻ നിന്നെ പഠിപ്പിക്കാം. സത്യമാണോ? അത് പിന്നെ സാറേ, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപുള്ള സംഭവമാണ്. ആ ടൈഗർ ചാങ് ഫുർഫുറി നഗറിൽ വന്നപ്പോൾ അപ്പോൾ നീ ടൈഗർ ചാനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മാർഷൽ ആർട്സ് പഠിക്കാൻ തീരുമാനിച്ചത് അല്ലേ? അല്ല സാറേ, അല്ല. എനിക്ക് ആരെയും തോൽപ്പിക്കണമെന്നില്ല. എനിക്ക് ഞങ്ങളുടെ ഫുർഫുറി നഗരത്തിന്റെ അഭിമാനം തിരിച്ചു പിടിക്കുവാൻ വേണ്ടി മാത്രമാണ് ആ ടൈഗർ ചാങ്ങിനെ ജയിക്കണമെന്ന് വിചാരിക്കുന്നത്. രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷെ നീ പറഞ്ഞതിന്റെ പൊരുൾ എനിക്ക് പിടികിട്ടി. നിന്റെ ദൃഢനിശ്ചയം എനിക്ക് ഇഷ്ടപ്പെട്ടു. അവനെ തോൽപ്പിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അവനെ ഞാൻ ട്രെയിൻ ചെയ്തിട്ടുള്ളതാണ്. ഒരു സ്റ്റുഡന്റ് എന്ന നിലയിലല്ല, എന്റെ മകനെ പോലെയാണ് അവനെ കണ്ടത്. ടൈഗർ ചാനെ ഞാൻ ഒരുപാട് സ്നേഹം കൊടുത്താണ് വളർത്തിയത്. അവന് ഞാൻ മാർഷൽ ആർട്സ് എന്ന പവിത്ര ഗ്രന്ഥത്തിലെ ഓരോ പേജും പഠിപ്പിച്ചു കൊടുത്തു. ടൈഗർ, ഈ ഗ്രന്ഥം 1800 വർഷങ്ങൾ തൊട്ടേ നമ്മുടെ കുടുംബത്തിലുള്ളതാണ്. മറ്റാർക്കും അറിയാത്ത മാർഷൽ ആർട്സിലെ എല്ലാ രഹസ്യങ്ങളും ഇതിൽ അടങ്ങിയിട്ടുള്ളൂ. ടൈഗർ ചാന്റെ ചിരിയിലായിരുന്നു എന്റെ ജീവിതം മുഴുവൻ. അവൻ പെട്ടെന്ന് തന്നെ എല്ലാം പഠിച്ചെടുത്തു. ട്രെയിനിങ് കഴിഞ്ഞ ദിവസം ഞാൻ ഒരുപാട് സന്തോഷവാനായിരുന്നു. ടൈഗർ ചാൻ, ഇന്നത്തോടുകൂടി നിന്റെ മാർഷൽ ആർട്സ് ട്രെയിനിങ് അവസാനിച്ചിരിക്കുന്നു. ഇനി നിനക്ക് എന്റെ സ്ഥാനം സ്വീകരിച്ച് ഈ സ്കൂൾ നടത്താനാകും. എനിക്കല്പം വിശ്രമിക്കാനുമാകും. നമസ്കാരം മാസ്റ്റർ ഹിം നരേഷ്. മാസ്റ്റർ ടിങ് ബാങ്, നിങ്ങൾ ഇവിടെയോ? കേട്ടിരുന്നു നിങ്ങൾ റിട്ടയർ ആവാൻ പോവാണെന്നുള്ള കാര്യം. അത് കാരണം ഞാൻ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് വന്നത്. നിങ്ങളുടെ മാർഷൽ ആർട്സിന്റെ ദിവ്യ ഗ്രന്ഥം എന്റെ കയ്യിൽ തരൂ. ഞാൻ എത്ര വേണമെങ്കിലും സ്വർണവും വെള്ളിയും തരാം. അതുകൊണ്ട് നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ സുഖമായി ജീവിക്കാം. മാർഷൽ ആർട്സ് എന്ന പവിത്ര ഗ്രന്ഥം വിൽക്കാനുള്ളതല്ല,
നിങ്ങൾക്ക് പോകാം. ബുദ്ധി ഉപയോഗിക്കും മാസ്റ്റർ ഹിം നരേഷ്. ഞാൻ നിങ്ങളെ സ്വർണം, വെള്ളി, രത്നം, മുത്തുകൾ കൊണ്ട് മൂടാം. ഈ സ്കൂളിൽ നിന്നും നിനക്ക് 100 ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റാത്തത് ഒറ്റ ദിവസം കൊണ്ട് അതിന്റെ 1000 ഇരട്ടിയാണ് നിനക്ക് കിട്ടാൻ പോകുന്നത്. നിന്റെ തീരുമാനം എന്താണ്? ശരിക്കും പറയാണോ? ടൈഗർ ചാൻ, വലിയവർ സംസാരിക്കുന്നിടത്ത് ചെറിയവർ സംസാരിക്കാൻ പാടില്ല. പോകൂ ഇവിടുന്ന്. എന്നോട് ക്ഷമിക്കണം മാസ്റ്റർ. ശരിക്കും ഒന്ന് ആലോചിക്കും മാസ്റ്റർ ഹിം നരേഷ്. ഞാൻ ഒന്ന് നോക്കിയാൽ ആ ഉദയ സൂര്യൻ വരെ തന്റെ പ്രകാശം ഇരുളാക്കി തലകുനിച്ച് എന്റെ മുന്നിൽ നിൽക്കും. ഒരു കാര്യം മനസ്സിലാക്കുക, ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാനിത് തട്ടിപ്പറിക്കാനും മടിക്കില്ല. ടിങ് ബാങ്. ടിങ് ബാങ്. ഈ പവിത്ര ഗ്രന്ഥം ഞങ്ങളുടെ ജീവിതമാണ്, ഞങ്ങളുടെ നെഞ്ചിടിപ്പാണ്, ഞങ്ങളുടെ നിശ്വാസമാണ്. അതെങ്ങാനും നീ ആവശ്യപ്പെട്ടാൽ ആ നാവ് ഞാൻ പിഴുതെടുക്കും. എനിക്ക് ദേഷ്യം വന്നാൽ ആ സൂര്യൻ വരെ ദഹിച്ചു പോകുന്നുള്ള കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. അത് മറക്കാതിരുന്നാൽ നന്ന്. നടക്ക്. ടൈഗർ ചാങ്, നിങ്ങളെ കണ്ടാൽ ബുദ്ധിയുള്ള കൂട്ടത്തിലുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നു. എന്റെ ഓഫറിനെ മാസ്റ്റർ ഹിം നരേഷ് റിജക്റ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ അതിന്റെ പൊരുൾ നിനക്ക് മനസ്സിലായിരിക്കും. ജീവിതകാലം മുഴുവനും ആഘോഷിച്ച് ജീവിക്കാം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് നിനക്കറിയാലോ? ഞാനൊന്ന് ഞൊടിച്ചാൽ ആ ഉദയ സൂര്യന്റെ പ്രകാശം വരെ ഇരുളായി മാറും. കൂരിരുട്ട്. ടൈഗർ ചാൻ. നാളെ രാവിലെ 5 മണി മുതൽ ട്രെയിനിങ് ആരംഭം. ഒളിച്ചേ. ചേട്ടാ അതൊന്ന് കാണിച്ചേ. പൊളിച്ചടുത്തല്ലോ. ഇത്രയും ദൂരം നടന്ന് എന്റെ തല വേദനിച്ചിട്ട് വൈകിയ. നിങ്ങളൊക്കെ ഷോപ്പിങ്ങിന് പോയിക്കോളൂ. ഞാൻ എവിടെയെങ്കിലും പോയിട്ട് കുറച്ചു നേരം റെസ്റ്റ് എടുക്കട്ടെ.
ഇങ്ങോട്ടിട്. ഇതെന്ത് കളിയാ ഇവര് കളിക്കുന്നത്? ഇവര് ഫുട്ബോളാണ് കളിക്കുന്നത്. പക്ഷെ ഇവർക്ക് ആരും ഇതുവരെ ഫുട്ബോൾ ട്രെയിനിങ് കൊടുത്തിട്ടില്ല. കണ്ടല്ലോ എത്ര ഫൗളാണ് ഇവര് ചെയ്യുന്നതെന്ന്. ഏയ്, ആരാണിവിടെ? ആരാണവിടെ എന്ന്? ടിം ടിം, പോയി നോക്കൂ അവിടെ ആരാണെന്ന്. മോട്ടു, പത്തിലു, വേഗം വാ. ഇതെങ്ങനെയാ മാസ്റ്റർ ചെയ്യുന്നത്? കിങ് ബാങ്കിനോട് പറഞ്ഞേക്ക് ഇനിയും അവന്റെ നോട്ടം ഇവിടെ കിങ്ങാനും എത്തിയാൽ അവൻ ഒരിക്കലും നോക്കാൻ കഴിയില്ല എന്ന്. മാസ്റ്റർ ഹിം നരേഷ്, ഇതൊക്കെ എങ്ങനെയാ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്? ഇതൊന്നും മാർഷൽ ആർട്സ് അല്ലല്ലോ. ഇതും മാർഷൽ ആർട്സ് തന്നെയാണ്, പക്ഷേ അത് അഡ്വാൻസ്ഡ് ആണെന്ന് മാത്രം. ഇത് പഠിക്കാൻ ഒരുപാട് നാളത്തെ പ്രയത്നം ആവശ്യമാണ്. അതിന് നല്ല ശ്രദ്ധയും ഫോക്കസും തങ്ങളിൽ തന്നെ നല്ല ആത്മവിശ്വാസവും ഉണ്ടായിരിക്കണം. ഫുൾ ഫെയ്ത്തിന്റെ ആവശ്യമുണ്ട്. നിങ്ങൾ എനിക്കിത് പഠിപ്പിച്ചു തരുമോ മാസ്റ്റർ? മോട്ടു, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഇതിന് ഒരുപാട് വർഷത്തെ പ്രയത്നം ആവശ്യമുള്ളത്. തൽക്കാലം ഇപ്പോൾ പഠിച്ചത് മാത്രം പ്രവൃത്തിയിൽ ശരി കൊണ്ടുവരിക. മാസ്റ്റർ.
മുട്ടു, നിന്റെ ട്രെയിനിങ് അവസാനിച്ചിരിക്കുന്നു. ഇനി നിനക്ക് ടൈഗർ ചാനെ ധൈര്യമായിട്ട് വെല്ലുവിളിക്കാം. മാസ്റ്റർ, അങ്ങ് എന്നെ അങ്ങയുടെ ശിഷ്യനാക്കി എന്നോട് വലിയൊരു ഉപകാരമാണ് ചെയ്തിരിക്കുന്നത്. അതിന് എനിക്ക് അങ്ങയോട് നന്ദി പറയുവാൻ എന്റെ കയ്യിൽ വാക്കുകളില്ല. മോട്ടു പറയുന്നത് ശരിയാണ് മാസ്റ്റർ. താങ്കൾ മോട്ടുവിന് മാർഷൽ ആർട്സ് പഠിപ്പിച്ചു കൊടുത്തത് ഞങ്ങളുടെ നാടിന് അഭിമാനമാണ്. എങ്കിൽ ശരി, ടൈഗർ ചാനെ നേരിടാൻ തയ്യാറായിക്കോളൂ. ഒരു മിനിറ്റ് മാസ്റ്റർ. എന്തായി കാണിക്കുന്നത്? ഒന്നുമില്ല. കഴിഞ്ഞു. ഞാൻ ഈ ചെയ്യുന്ന ഈ അഭ്യാസം കൂടി ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ എന്റെ ട്രെയിനിങ് കംപ്ലീറ്റ് ആവും. മോട്ടു, നിന്റെ ട്രെയിനിങ് അവസാനിച്ചിരിക്കുന്നു. നിനക്ക് വിശ്വസിക്കാം. വന്നിട്ട് അല്പനേരം വിശ്രമിക്കുക. ടിം നാളെ നിന്നെ ടൈഗർ ചാന്റെ അടുത്തേക്ക് കൊണ്ടുപോകും. അങ്ങ് വരുന്നില്ലേ? ഞാൻ വരുന്നില്ല. എനിക്ക് എന്റെ സ്കൂൾ വിട്ടിട്ട് എവിടേക്കും വരാനാകില്ല. നിങ്ങൾ യുദ്ധം ചെയ്യേ. ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞാൻ ടൈഗർ ചാഗനോട് എത്ര തവണ പറഞ്ഞതാണെന്നോ, പക്ഷെ അയാൾ കേട്ടില്ലല്ലോ. ഇന്ന് ടൈഗർ ചാഗ മിക്കവാറും അത് ഗാലക്സി കാണും. അതെ, നിങ്ങൾ പറയുന്നത് ശരിയാണ്. കോച്ച് സിംബ, എന്തു പറ്റി? എവിടെ പോയി ആ ഫുർഫുരയിൽ നിന്ന് വന്നവൻ? ഇത്രയും സമയമായിട്ടും അവരിവിടെ എത്തിയിട്ടില്ല. ടിങ് ബാങ്. അവൻ ഇനി വരില്ലെന്നാ തോന്നുന്നത്. അവനറിയാം ടൈഗറിനോട് യുദ്ധം ചെയ്ത് ജയിക്കാൻ പറ്റിയേക്കാം. പക്ഷെ ടൈഗർ ചാനിനോട് യുദ്ധം ചെയ്ത് ജയിക്കുന്നത് അസംഭവ്യമാണ്. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാൻ പറക്കുന്നു. എന്ത് രസമാണ്. മാസ്റ്റർ ടിങ് ബാങ്, ഇതാണ് മോട്ടുവും പത്രും അവരുടെ സുഹൃത്തുക്കളും. പിന്നെ മോട്ടു, ഇതാണ് ഈ നാട്ടിലെ രാജാവ് മാസ്റ്റർ ടിങ് ബാങ്. ഞങ്ങൾ വൈകി എത്തിയതിന് ക്ഷമിക്കണം. ഡോക്ടർ ജഡ്ക, നിങ്ങൾ നിങ്ങളുടെ പണികൾ തുടങ്ങിക്കോ. എന്താണിത്? ഡിങ് ബാങ്, എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ ചങ്ക്, എന്റെ ബ്രോ, ഇത് ക്യാമറയും പിന്നെ ഡിഷ് ആന്റിനയുമാ. ഞങ്ങളുടെ ആഗ്രഹം ഫുർഫുറി നഗരത്തിലുള്ളവർ മുഴുവനും മോട്ടുവിന്റെ ഫൈറ്റ് കാണണമെന്നാ. അവൻ ടൈഗർ ചാങ്ങിനെ തോൽപ്പിക്കുന്നത് ഫുർഫുറി നഗരത്തിലുള്ളവരെല്ലാം കാണണം. അതുകൊണ്ടാ ഡയറക്റ്റ് ആൻഡ് ലൈവ് ടെലികാസ്റ്റ് വെച്ചിരിക്കുന്നത്, എല്ലാവർക്കും കാണാൻ. മോട്ടു 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 മോട്ടു
ആ ജനങ്ങൾ ഇന്ന് ഒരിക്കൽ കൂടെ മോട്ടു എന്റെ കയ്യിൽ നിന്നും ഇടിമേടിക്കുന്നത് കാണാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഫുർഫുറി നഗറിൽ നിന്നും മോട്ടു വന്നിട്ടുണ്ട്. വന്നിരിക്കുന്നത് ടൈഗർ ചാനിനെ ചാലഞ്ച് ചെയ്യാനാണ്. നമുക്ക് അവനെ സ്വാഗതം ചെയ്യാം. മതി, തോൽവി ഇപ്പൊ തന്നെ സമ്മതിച്ചു പോയിക്കോ. ഗുഡ്, വെരി ഗുഡ്. അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. നീ മാസ്റ്റർ ഹിം നരേഷിന്റെ കയ്യിൽ നിന്നും എന്തൊക്കെയോ പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നതെന്ന്. പക്ഷേ മോട്ടു, ഇത് നിന്റെ ജീവിതത്തിലെ അവസാനത്തെ ഫൈറ്റ് ആയിരിക്കും. അവസാനത്തെ ഫൈറ്റ്. Watch India's largest kids library only on Jio Hotstar. Download the app now.